ന്യൂസ് 26 വാരാന്ത വിശകലനത്തിലേക്ക് സ്വാഗതം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രമുഖ പോഷക ഘടകമായ സുന്നി മഹല്ല് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട 3 വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പുതിയ സംസ്ഥാന പ്രവർത്തക സമിതി ഈയിടെയാണ് രൂപീകരിക്കപ്പെട്ടത്. സംസ്ഥാന പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പും ശേഷവുമൊക്കെ നിരവധി കുപ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നാം വിശകലനം ചെയ്യുന്ന ഒരു വിഷയം ഇതാണ്. മറ്റൊന്ന്, സുന്നി മഹല്ല് ഫെഡറേഷൻ എടക്കര മേഖല എക്സിക്യൂട്ടീവ് ക്യാമ്പ് കഴിഞ്ഞ ദിവസം എടക്കരയിൽ വെച്ച് നടക്കുകയുണ്ടായി. ഈ ക്യാമ്പിൽ നടന്ന ചില സംഭവങ്ങളെക്കുറിച്ച് ചില ഓഡിയോ ക്ലിപ്പുകളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതാണ് നമ്മൾ വിശകലനം ചെയ്യുന്ന മറ്റൊരു വിഷയം. മൂന്നാമത്, സുന്നി മഹല്ല് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിമാന സ്ഥാപനമായ ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകളുടെ യാഥാർത്ഥ്യം എന്താണ് എന്നതാണ്. ഈ 3 വിഷയങ്ങളാണ് ഇന്ന് നാം വിശകലനം ചെയ്യുന്നത്. നമ്മോടൊപ്പമുള്ളത് സുന്നി യുവജന സംഘം മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും സുന്നി മഹല്ല് ഫെഡറേഷൻ ജില്ലാ പ്രവർത്തക സമിതി അംഗവുമായ സലീം എടക്കരയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം താഴേക്കിടയിലേക്ക് പ്രാദേശിക തലത്തിലേക്ക് എത്തിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന കീഴ്ഘടകമാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. ഈയിടെയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പുതിയ സംസ്ഥാന പ്രവർത്തക സമിതി രൂപീകരിക്കപ്പെട്ടത്. ഇതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പും ശേഷവുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു വാസ്തവം? ഇതിലേറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാനുവലിൽ തിരുത്തൽ വരുത്തി എന്നുള്ളതാണ്. അതിൻ്റെ സത്യം എന്താണ്? നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സുന്നി മഹല്ല് ഫെഡറേഷൻ ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമയുടെ ഉന്നതമായ ഒരു കീഴ്ഘടകമാണ്. ദീനീ ദഅവ പ്രവർത്തനം നടക്കുന്ന മഹല്ലുകളിലാണ്. മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് SMFൻ്റെ പ്രവർത്തനം. സുന്നി മഹല്ല് ഫെഡറേഷൻ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ ആയത് കഴിഞ്ഞ മെമ്പർഷിപ്പ് ക്യാമ്പോട് കൂടിയാണ്. നേരത്തെ 1976 SMF രൂപീകരിക്കപ്പെട്ടു. 1984 മഹാനായ ശംസുൽ ഉലമ പ്രസിഡൻറ്റും സെയ്ദ് ഹൈദർ ഷിഹാബ് ജനറൽ സെക്രട്ടറിയുമായി സംസ്ഥാന തലത്തിൽ കമ്മിറ്റി വന്നത്. ഇക്കഴിഞ്ഞ 2021-24 വർഷത്തിലാണ് മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ മഹല്ല് ഭാരവാഹികൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രഥമ കീഴ്ഘടകം എന്ന നിലക്ക് പഞ്ചായത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നത്. പഞ്ചായത്ത് കമ്മിറ്റികളിൽ നിന്ന് അതിൻ്റെ മാനുവൽ പ്രകാരം മേഖലാ കമ്മിറ്റികളും, മേഖലാ കമ്മിറ്റികളിൽ നിന്ന് ജില്ലാ കമ്മിറ്റികളും, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയും നിലവിൽ വന്നിട്ടുണ്ട്. തീർത്തും അത് മാനുവലിന് വിരുദ്ധമായിട്ടല്ല. 8 മാസങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഈ മാനുവലിനെതിരാണ് കമ്മിറ്റി വന്നത് എന്ന് പറയുന്ന ആളുകൾ തന്നെ പങ്കെടുത്ത സംസ്ഥാന പ്രവർത്തക സമിതി അംഗീകരിച്ച മാനുവലാണ്. മെമ്പർഷിപ്പ് ക്യാമ്പയിന് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിൻ്റെ മാനുവലൊക്കെ അവർ പ്രവർത്തനം അംഗീകരിച്ചുകൊണ്ടാണ് അത് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അതടിസ്ഥാനത്തിലാണ് നിലവിൽ കമ്മിറ്റി വന്നിട്ടുള്ളത്. തീർത്തും വ്യവസ്ഥാപിതവും അതോടൊപ്പം തന്നെ മാനുവൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനം മാത്രമായിട്ടാണ് കമ്മിറ്റി വന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഏറ്റവും അവസാനം SMF സംസ്ഥാന കൗൺസിൽ നടക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് പരപ്പനങ്ങാടി സെഷൻ കോടതിയിൽ ഒരു വിഭാഗം ഹർജി കൊടുത്തത്. അവിടെ ഇഞ്ചക്ഷൻ ഓർഡർ ആയിരുന്നു ആവശ്യപ്പെട്ടത്. സത്യത്തിൽ അത് സംബന്ധമായി വളരെ കൃത്യമായ നിരീക്ഷണം കോടതി നടത്തുകയും ഇഞ്ചക്ഷൻ ഓർഡർ പോലും ലഭിക്കാത്ത വിധം നമ്മൾ നിശ്ചയിച്ച ദിവസം തന്നെ സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കൗൺസിൽ നടക്കുകയും കമ്മിറ്റി തിരഞ്ഞെടുക്കാൻ സാധ്യമായത് നിലവിൽ നമ്മൾ ഉണ്ടാക്കിയ മാനുവൽ മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന പ്രകാരം തികച്ചും അവർ ഉന്നയിക്കുന്ന വാദഗതികൾ യാഥാർത്ഥ്യ വിരുദ്ധമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് കോടതി വിധി പോലും ഉണ്ടായിട്ടുള്ളത്. താങ്കൾ പറഞ്ഞത് പ്രകാരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രക്രിയകളൊക്കെ നടക്കുന്ന സമയത്ത് അതിന് സാക്ഷികളായ ആളുകൾ തന്നെയാണ് പിന്നീട് ഈ ആരോപണം ഉയർത്തുന്നത്. അതിലൊരു വിചിത്രത എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോസസ്സിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെടെ പിന്നീട് ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരികയാണ്. അതിൻ്റെ താല്പര്യം എന്തായിരിക്കും? അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരുദ്ദേശിക്കുന്ന വിധത്തിൽ SMFൻ്റെ കമ്മിറ്റികൾ വന്നില്ല എന്നുള്ള ഒരു വ്യാകുലതയാണ്. ഇപ്പോൾ കാളികാവ് മേഖലയിൽ SMFൻ്റെ കൗൺസിൽ നടന്നു. അവിടെ ജനാധിപത്യ കൗൺസിൽ നടന്നപ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടി, അവർ ഭാരവാഹികൾ വന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി 18ഓളം ജില്ലകളിൽ കമ്മിറ്റി വന്നു. അതിൽ പാലക്കാട് ജില്ലയിൽ ഏറെക്കുറെ പകുതിയോളം ആളുകൾ അവരുടെ ഉദ്ദേശ കമ്മിറ്റി വന്നിട്ടുണ്ട്. അങ്ങനെയാവാം, അത് ജനാധിപത്യ രീതിയാണ്.
ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ മുസ്ലിം മഹല്ലുകളിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ മാനുവൽ അനുസരിച്ച് വ്യവസ്ഥാപിതമായ കമ്മിറ്റികൾ വന്നപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ജില്ലാ തലത്തിലേക്ക് സംസ്ഥാന തലത്തിലേക്ക് വന്നപ്പോൾ മുഴുവൻ ആളുകളും ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമയുടെ ആശയവും ആദർശവും ഉൾക്കൊള്ളുന്നവരും, പ്രത്യേകിച്ച് പാണക്കാട് സാദാത്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലം നമുക്കറിയാം, കഴിഞ്ഞൊരു 6 പതിറ്റാണ്ടായി കേരളത്തിലെ സമസ്തയുടെ പ്രവർത്തന മേഖലയിൽ പാണക്കാട് സാദാത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു ടീമിനെ സ്പേസ് ഉള്ളൂ എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. സുന്നി മഹല്ല് ഫെഡറേഷനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം SMFന് സമസ്തയേക്കാൾ കൂടുതൽ രാഷ്ട്രീയ നേതൃത്വത്തോടാണ് വിധേയത്വം എന്നതാണ്. എന്താണ് ഇങ്ങനെയൊരു പ്രചാരണം വരാൻ കാരണം? അതൊക്കെ ഇപ്പോഴത്തെ ഈ പുതിയ സംവിധാനത്തിൽ വന്ന ആരോപണങ്ങൾ മാത്രമാണ്. നമുക്ക് മുമ്പത്തെയും കേരളീയ പശ്ചാത്തലം നമുക്ക് 1989 സാഹചര്യം നമുക്കറിയാം, അവിടുന്ന് ഇങ്ങോട്ടൊരു സാഹചര്യം അറിയാം. ഇവിടങ്ങളിലൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ വിശിഷ്യ മലബാർ മേഖലയിൽ ഭൂരിഭാഗവും ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമയുടെ ആശയവും ആദർശവും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം ഉൾക്കൊള്ളുമ്പോൾ തന്നെ അവരൊക്കെ രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സമസ്ത ആലിമികൾ അങ്ങനെ തന്നെയാണ്. പാണക്കാട് സാദാത്യങ്ങൾ മാത്രമല്ല, ചാപ്പങ്ങാട് ഉസ്താദ് ഉൾപ്പെടെയുള്ള തിബറ്റ് ഉസ്താദ് ഉൾപ്പെടെ ഒരുപാട് ഉസ്താദുമാർ, അവരൊക്കെ ഇതിനു വേണ്ടി അഹോരാത്രം പ്രാർത്ഥിച്ചവരും അതിനാവശ്യമായ ആ നിലക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചവരുമാണ്. അതിനുവേണ്ടി അവരൊന്നും ഭൗതിക താല്പര്യത്തിന് വേണ്ടിയല്ല, ഒരു MLA ആവാന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചെയർമാൻഷിപ്പ് കിട്ടുക നിൽക്കല്ല. അവരൊക്കെ ഇത് നിലനിൽക്കണം. എന്തിനു വേണ്ടി? കേരളത്തിൽ ഈ ബഹുമാനപ്പെട്ട സമസ്തയുടെ ദീനീ ദഅവ പ്രവർത്തനം കൃത്യമായി നടക്കണമെങ്കിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കണം എന്നുള്ളതാണ്. കായികമില്ലത്ത് സ്ഥാപിച്ചപ്പോണ്ടായ സാഹചര്യം, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലീഗിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മഹാന്മാരൊക്കെ ആ പ്രസ്ഥാനത്ത് ഉൾക്കൊണ്ടത് ആ നിലയ്ക്ക് തന്നെയാണ്. സാമുദായികമായി മുസ്ലിം സമുദായത്തിനുണ്ടാകേണ്ട അഭിവൃദ്ധി കൂടി ലീഗിൻ്റെ ലക്ഷ്യമായതുകൊണ്ടാണ് മുസ്ലിം ലീഗുമായി അവരത്ര ബന്ധം പുലർത്തിയത്. ആ നിലക്കുള്ള ഒരു പൊതുവായ സമീപനം നേരത്തെയും ഇതിനേക്കാൾ അധികമായിരുന്നു മുൻകാലങ്ങളിൽ. ഇപ്പം അത് അവരിങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് അവർക്ക് ചില ദുഷ്ടലാക്കുകളുണ്ട്. ഇപ്പോൾ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ അതിൽ മറ്റോ അങ്ങനെയുള്ളത് ഉണ്ട് എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് പുതുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എടക്കരയിൽ വെച്ച് SMFൻ്റെ എടക്കര മേഖല എക്സിക്യൂട്ടീവ് ക്യാമ്പ് നടക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ചില ശബ്ദ സന്ദേശങ്ങൾ, ഓഡിയോ ക്ലിപ്പിങ്ങുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വീഡിയോ ലഭ്യമല്ലാത്തതുകൊണ്ട് നമുക്ക് നിജസ്ഥിതി അറിയില്ല. എന്തായാലും ഈ പ്രചരിക്കുന്ന ഓഡിയോയിൽ ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബിനെ ചോദ്യം ചെയ്യുന്നതായിട്ടും മറ്റൊക്കെയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. എന്താണ്, താങ്കളൊരു ഇടക്കരക്കാരൻ കൂടിയാണ്, SMFൻ്റെ നേതൃസമിതിയിൽ അംഗമെന്നതിലുപരി ഒരു ഇടക്കരക്കാരൻ കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ എടക്കര മേഖല എന്ന് പറയുന്നത് വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ, പോത്തുകൽ 5 പഞ്ചായത്ത് കൂടുന്ന എടക്കര മേഖല എന്ന് പറയുന്നത്. ആ മേഖലയിൽ നേരത്തെ പറഞ്ഞതുപോലെ വ്യവസ്ഥാപിതമായി തന്നെ മെമ്പർഷിപ്പ് ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചു. 5 പഞ്ചായത്ത് നിലവിൽ വന്നു, മേഖലാ കമ്മിറ്റി നിലവിൽ വന്നു. ഇപ്പോൾ നിലവിൽ ആ മേഖലയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ആ കമ്മിറ്റി വന്ന ശേഷം നടക്കുന്ന പ്രഥമ എക്സിക്യൂട്ടീവ് ക്യാമ്പാണ് ഇന്നലെ നടന്നത്. ഞങ്ങൾ ആ ക്യാമ്പ് ആസൂത്രണം ചെയ്യുമ്പോൾ ആ മേഖലയിൽ 55 മഹല്ലുകളാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത SMFൻ്റെ കീഴിലുള്ള മഹല്ലുകൾ. ആ മഹല്ലുകളിൽ നിന്ന് മഹല്ല് ഭാരവാഹികളും ആ മഹല്ലുകളിൽ ദീനീ ദഅവ പ്രവർത്തന നേതൃത്വം കൊടുക്കുന്ന മഹല്ല് ഖത്തീബുമാരും ആണ് ക്ഷണിക്കപ്പെട്ടുള്ളത്. മാത്രമല്ല ഈ 55 മഹല്ലുകളിൽ ഭൂരിഭാഗം മഹല്ലിൻ്റെയും കാളി പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ് താനും. അങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നടക്കുന്നത് എടക്കര മുസ്ലിം ഓർഫനേജിൽ വെച്ചാണ്. അതടിസ്ഥാനത്തിൽ ക്യാമ്പിൻ്റെ നടപടിക്രമങ്ങൾ രാവിലെ 8:30 മണിക്ക് ആരംഭിച്ചു. 9 മണിക്ക് പതാക ഉയർത്തി ക്യാമ്പ് ആരംഭിച്ചു. അഭിമന്യനായ പാണക്കാട് സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങളാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരുന്നത്. തങ്ങൾ വന്നു. അതിനിടയിൽ തങ്ങൾ എത്തുന്നതിന് മുമ്പ് വിഷയാവതരണം ആരംഭിച്ചു. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബായിരുന്നു വിഷയാവതാരകൻ. അദ്ദേഹം ഏകദേശം 1.5 മണിക്കൂർ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ, ഒന്ന് മഹല്ല് കമ്മിറ്റികൾ ശ്രദ്ധിക്കേണ്ട, ഭരണരംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, മഹല്ല് ഭരണത്തെക്കുറിച്ച്, അതുപോലെ തന്നെ വഖഫ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ വിഷയങ്ങളെക്കുറിച്ച്, കാലിക വിഷയങ്ങൾ, മഹല്ല് കമ്മിറ്റി ഇടപെടേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ച് അദ്ദേഹം ആ സംസാരം കഴിഞ്ഞ് ഇരുന്ന ശേഷം ഒരു മുഅല്ലിം, അദ്ദേഹം സത്യത്തിൽ ആ ക്യാമ്പിൻ്റെ പ്രതിനിധിയല്ല, അത് ഖത്തീബല്ല, ഖത്തീബിനെ ക്ഷണിച്ചിട്ടുള്ളൂ നമ്മൾ, അദ്ദേഹം എണീറ്റ് നിന്ന് ഈ പ്രശ്നങ്ങളൊക്കെ തീരാൻ
സമസ്ത പറഞ്ഞ് കേട്ടാൽ മതി എന്നെന്തോ ഒരു വാക്ക് സൂചിപ്പിച്ചു. അപ്പോഴേക്കന്നെ ആളുകൾ അതെന്താ വെച്ചാൽ ആ സമയം അതിനനുവദീയമായ സമയമല്ല. കാരണം ഒരു വിഷയാവതരണം കഴിഞ്ഞ് അടുത്ത അവിടെ മറ്റു പരിപാടി നടക്കാനിരിക്കുന്നു, തങ്ങൾ ഉദ്ഘാടനത്തിൽ എത്തിയിട്ടില്ല, തങ്ങൾ വരാനിരിക്കുന്നു. അത് കഴിഞ്ഞ് കർമ്മ പദ്ധതി ഉണ്ട്, 6 മാസത്തെ പദ്ധതി, 2026 ഫെബ്രുവരി പദ്ധതി അവതരിപ്പിക്കാനിരിക്കുന്നുണ്ട്. അത് അവതരണം കഴിഞ്ഞിട്ടാണ് ചർച്ചയ്ക്ക് അവസരം. അപ്പോൾ ഇടയ്ക്ക് വെച്ച് കയറിയപ്പോൾ അവിടുത്തെ അധ്യക്ഷൻ SMFൻ്റെ മേഖലാ പ്രസിഡന്റ് KT കുഞ്ഞാൻ സാഹിബ് അവരുമായി ഇടപെട്ടു, സംസാരിച്ചു. ആ സംസാരം ആണ് ഇവരിങ്ങനെ വീഡിയോ ക്ലിപ്പായിട്ട് വേറെ നിലയ്ക്ക് ദുർവ്യാഖ്യാനിക്കുന്നത്. സത്യത്തിൽ അധ്യക്ഷൻ സംസാരിച്ചത് നിങ്ങൾ മുയരെന്ന് ചോദിച്ചത് ആ മുയരോടാണ്, അല്ലാതെ സംസാരിപ്പിനോടല്ല. ആ നിലക്ക് മുപ്പരതായ ആ നാടൻ ശൈലിയിൽ, ഒരു ഉമ്രാൻ്റെ ശൈലിയിൽ കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷവും സമസാഹിബ് കാര്യങ്ങൾ വിശദമായി ഒന്നും കൂടി വിശദീകരിച്ചു, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആ സംസാരവും കഴിഞ്ഞിട്ടാണ് പിന്നെയും അവിടെ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ വന്നു. തങ്ങൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു, പദ്ധതി അവതരിപ്പിച്ചു. 1 മണിക്കൂറോളം പരിപാടി കൃത്യമായി നടന്നു. ഈ മുസ്ലിയാരെ നമ്മൾ അപ്പം തന്നെ അവിടുന്ന് മുമ്പിലേക്ക് വിളിച്ച് നേരെ താഴത്തിറക്കി പുറത്തിറക്കി അദ്ദേഹത്തെ വിട്ടിട്ടുണ്ട്. സത്യത്തിൽ അവർ 9 മണി മുതലേ ഇങ്ങനെ ക്യാപ്പ് നോക്കി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആൾ ക്യാപ്പ് മറ്റേ വേദി ഒഴിവുണ്ടോ മറ്റൊക്കെ നോക്കി നടക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ലഭ്യമായിട്ടില്ല. അപ്പോൾ ഇവർക്ക് കിട്ടിയത് മാത്രമാണ്. ഇതിന് അവർ പ്ലാൻ ചെയ്ത് വരുത്തിയതാണോ അതല്ലെങ്കിൽ നേരത്തെ ഇപ്പോൾ ഇത്തരം നല്ല നിലയ്ക്ക് നടക്കുന്ന മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അവരത് ജില്ലാ തലത്തിലോ സംസ്ഥാനത്തിലോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ചെയ്ത രൂപത്തിലാണ് വന്നത്. കാരണം അദ്ദേഹം അവിടെ വരേണ്ട ആളല്ല, ക്ഷണിക്കപ്പെട്ട ആളുമല്ല. അപ്പോൾ ആ നിലക്ക് ആണ് ഞങ്ങളതിനെ വിലയിരുത്തുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇന്ന് മീറ്റിംഗ് കൂടെ സമയം കിട്ടിയില്ല. അടുത്ത് തന്നെ SMFൻ്റെ മേഖലാ ഭാര യോഗം ചേർന്ന് തുടർ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളിപ്പോൾ ഇന്ന് ആലോചിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊരു ആസൂത്രിതമായ നീക്കമാണെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? കാരണം ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്ന പല കാര്യങ്ങളും അവർ അതിന് തെളിവായിട്ട് വീഡിയോ ദൃശ്യങ്ങൾ നൽകാറുണ്ട്. ഈ സംഭവത്തിൽ വീഡിയോ ദൃശ്യമല്ല, ഒരു ഓഡിയോ ക്ലിപ്പാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല, നേരത്തെ താങ്കൾ പറഞ്ഞു ഈ ചോദ്യം ചോദിച്ചയാൾ യഥാർത്ഥത്തിൽ അങ്ങനെ അവിടെ ഒരു പ്രതിനിധിയായി ചോദിക്കേണ്ട ആളല്ലായിരുന്നു എന്ന്. അപ്പോൾ ഇത് ഒരു ആസൂത്രിതമായ നീക്കമാണെന്ന് സംശയിക്കാമോ? തീർച്ചയായും സംശയിക്കാവുന്നതാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ നയത്തിലും വളരെ ക്രിയാത്മകമായിട്ടാണ് ആ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അതിന് സ്വാഗതം പറഞ്ഞ ഞാനാണ്. സ്വാഗതം മുതൽ അങ്ങോട്ട് വിഷയാവതരണത്തിന് സമസ്ഥാനം വിളിച്ചപ്പോഴൊക്കെ വിഭാഗീയത ഇപ്പോൾ പറയേണ്ടതില്ല. കാരണം ഈ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങളും പാണക്കാട് സാദാത്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രശ്നങ്ങൾ ഇന്നലേക്ക് നടത്തിയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ മഹല്ല് കമ്മിറ്റിയെ വിളിച്ച് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പറയേണ്ടതില്ല എന്ന ധാരണയെത്തി ഞങ്ങൾ ആരും വിവാദങ്ങൾ പറഞ്ഞിട്ടില്ല. സമദ് സാഹിബിൻ്റെ പ്രസംഗത്തിലും അത്തരം ഒരു വിവാദങ്ങൾ കാലിക വിഷയത്തിലൊന്നും വന്നിട്ടില്ല. ഇപ്പോഴത്തെ വിഷയങ്ങൾ വന്നിട്ടില്ല. പൊതുവായി പറയേണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നല്ല, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അവരും പറഞ്ഞിട്ടില്ല. അങ്ങനെ വളരെ മഹല്ല് കമ്മിറ്റികൾക്ക് നടക്കേണ്ട ക്രിയാത്മകമായി മഹൽ നടക്കേണ്ട ശാക്തീകരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം സമസ്ത 100ാം വാർഷികത്തിൻ്റെ 6 മാസത്തെ പദ്ധതി അവതരിപ്പിക്കൽ മാത്രമാണ് ലക്ഷ്യം. അതുവഴി ഈ സംഘടനാ രംഗം ശാക്തീകരിക്കുന്നത് മാത്രം ലക്ഷ്യം വെച്ചതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിവാദം ഒന്നും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഈ ചോദ്യം ചോദിച്ചപ്പോൾ സ്വാഭാവികമായും കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എടക്കര മേഖലയിൽ ഈ 55 മഹല്ലുകളും അതിൽ നിന്നൊക്കെ എല്ലാ പ്രതിനിധികളും 300-ലധികം 400ഓളം ആളുകൾ വന്ന ഒരു ക്യാമ്പ് അത് വ്യവസ്ഥാപിതമായി നടക്കുന്നു. അതിൽ ഖത്തീബുമാർ പങ്കെടുക്കുന്നു. അപ്പോൾ അവർക്ക് സ്പേസ് നഷ്ടപ്പെടുന്ന തോന്നലുണ്ടായോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല, ഭാവിയിൽ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്ന് അവർക്കിതിന് നിർദ്ദേശമില്ലാതെ ഒരാളും പറയാതെ ഈ ഒരു മാലിന്യമായ അദ്ദേഹം വന്ന് അവിടെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ന്യായമായി സംശയിക്കുന്നു. അവരുടെ ഒരു ജില്ലാ സംസ്ഥാന തലത്തിലൊക്കെ അതിന് സമിതി ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അവരുടെയൊക്കെ നിർദ്ദേശമുണ്ടോ എന്ന് സംശയിക്കുന്നില്ല. SMF മലപ്പുറം ജില്ലാ കമ്മിറ്റി കീഴിൽ പ്രവർത്തിക്കുന്ന സമസ്തയുടെ അഭിമാന സ്ഥാപനമാണ് ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. നേരത്തെ SMFനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്തു. ഇതുപോലെ തന്നെ ഇപ്പോൾ 1-2 ദിവസങ്ങളിലായിട്ട് ദാറുൽ ഹുദയ്ക്കെതിരെ പുതിയൊരു ആരോപണവുമായിട്ട് ചില ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടന്ന SMF സമ്മേളനത്തിൽ സത്താർ പന്തലൂർ സാഹിബ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചു. ദാറുൽ ഹുദയുടെ ഭരണഘടന പ്രസിഡന്റിനെ ആരാക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ ഭേദഗതി വരുത്തി, അതിൽ ദുരുദ്ദേശമുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ തുടർന്ന് ആ ക്ലിപ്പ് കൊണ്ട് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ദാറുൽ ഹുദയ്ക്കെതിരെ കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാറുൽ ഹുദയ്ക്ക് നേതൃത്വം നൽകുന്നത് SMF മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ്. താങ്കൾ അതിൻ്റെ ഒരു പ്രവർത്തക സമിതി അംഗമാണ്. താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് സംബന്ധമായിട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സംവിധാനം ബഹുമാനപ്പെട്ട സമസ്തക്കും അതോടൊപ്പം തന്നെ ലോകത്ത് ആകമാനം സമസ്തക്ക് യശസ് ഉയർത്തിയ സ്ഥാപനമാണ്. ഏറ്റവും അവസാനം
നമുക്കറിയാം ഈ 100-ാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ടത് 96-ൽ ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ്. അഭിമന്യനായ നമ്മുടെ നായകൻ മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ 10 വർഷം മുമ്പ് 100-ാം വാർഷികം പ്രഖ്യാപിക്കുന്നു. അതിനിങ്ങോട്ടുള്ള 10 വർഷക്കാലത്തെ സമസ്തയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തെ പോലെ കേരളത്തിന് പുറത്തും ദീനീ പ്രവർത്തനം കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി SNEC തുടങ്ങിയ നാഷണൽ ലെവലിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ രൂപീകരിച്ചു. പല സംസ്ഥാനങ്ങളിലേക്ക് യാത്ര നടത്തി. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഈ ഒരു സമസ്തയുടെ ഈ വലിയ ഒരു മാസ് മൂവ്മെൻറ്റ് ശക്തിപ്പെടുത്തുന്നതിൽ ദാറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി വഹിച്ച പങ്ക് വളരെ വലുതാണ്. കാരണം ദാറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ഹുദവികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഹാദിയ എന്ന് പറയുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ 2600 ചില്ലാനം മക്തബുകൾ മദ്രസകൾ ഹാദിയ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിൽ 650-700ഓളം സ്ഥാപനങ്ങൾക്ക് സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. ആ നിലക്ക് വലിയൊരു മാസ് മൂവ്മെൻറ്റ് ഇപ്പോൾ ഇന്ത്യക്കകത്ത് നടന്നു വരികയാണ്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിക്കപ്പെട്ട വ്യക്തി നേരത്തെ പറഞ്ഞല്ലോ, അത് എന്താ കുറ്റിപ്പരകൾ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി. അതും ആ ജനങ്ങൾക്ക് അതൊന്നും മുഖവിലക്കെടുക്കില്ല. ജനങ്ങൾക്ക് ഉത്ബുദ്ധരാണ്, ബുദ്ധിയുള്ളവരും തൻ്റെ ഇടമുള്ളവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരും. അതിനുശേഷം എത്രയോ മഹല്ലുകളിൽ നിന്ന് ദാറൂദക്ക് വേണ്ടി ആ സ്ഥാപനം കാണാൻ തെക്കൻ കേരളത്തിലേക്ക് വടക്കേ ഇന്ത്യയിലേക്കും മറ്റുമൊക്കെ ആളുകൾ പാരായണം ചെയ്തു. അവിടെയുള്ള ഭൗതിക സൗകര്യം ചെയ്തു കൊടുത്തു, സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തു. അത് കുറച്ചും കൂടി കൂടുതൽ വ്യാപകമായിരിക്കാം. അപ്പോൾ ഇപ്പോഴുള്ള ഈ ആരോപണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം പല സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഈയിടെ ഞങ്ങളൊരു സ്വകാര്യ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഒരു സ്ഥാപനം ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഭരണഘടന 2-3 വട്ടം മാറ്റിയിട്ടുണ്ട്. കാരണം വീണ്ടും ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി വീണ്ടും മാറ്റേണ്ടതുണ്ട്. മാറ്റം തീരുമാനിച്ചു. അങ്ങനെ ചെയ്യും. അത് അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ചമ്മാട് ദാറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന SMF-ൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലാണ്. അതിനേക്കാൾ ഉപരി ഒരു കാലത്ത് സമസ്തക്ക് നടും നായകത്വം നൽകിയ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും സലഫ് സ്വാലിഹീങ്ങളും സാദാത്യങ്ങളും സ്ഥാപിച്ച സ്ഥാപനമാണ്. അതൊരിക്കലും സമസ്തയുടെ ആശയത്തിൽ നിന്ന് ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. സമസ്തയുടെ ആശയം ആദർശം ഒരുപക്ഷെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ശേഷം അതിൻ്റെ ചാൻസലറാക്കിയിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ തീരുമാനിച്ചിരിക്കാം. അതൊക്കെ അതാത് കാലത്ത് വരുന്ന വർക്കിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്ന ചെറിയ തീരുമാനങ്ങളാണ്. അത് മൊത്തം ഭരണഘടനമായിട്ട് ഈ സമസ്തക്കെതിരെ നിന്നൊക്കെ കുപ്രചരണം മാത്രമാണ്. അതൊരിക്കലും അത് പറയേണ്ടതും ഇവരാരുമില്ല. ഇവരൊക്കെ പലരും ഇപ്പോൾ സൂപ്പർ സമസ്ത ചമഞ്ഞവരാണ്. സമസ്തക്ക് നേതൃത്വമുണ്ട്. ആ സമസ്ത നേതൃത്വം വരെ അത് പറയേണ്ടത്. അതൊന്നും വേദി പുറത്ത് ചർച്ച ചെയ്യേണ്ടതല്ലല്ലോ. ദാറുൽ കമ്മിറ്റി ഉണ്ടല്ലോ, സമസ്തകൾ കമ്മിറ്റി ഉണ്ടല്ലോ. സമസ്ത കേന്ദ്ര മുഷാവറയ്ക്ക് കത്തുകൊടുക്കല്ലേ വേണ്ടത്, ദാറുൽ യൂണിവേഴ്സിറ്റിയുടെ കമ്മിറ്റി കത്തുകൊടുക്കല്ലേ വേണ്ടത്. ഇതിനെക്കുറിച്ച് യാഥാർത്ഥ്യം പോലും അറിയാതെ ഇത് പുറത്തു പോയി പറയുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ ദാറുദയുടെ കലക്ഷൻ മഹൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് എന്തെങ്കിലും കുറവ് വരുത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ലാക്കുകൾ മാത്രമായിട്ട് ഇതിനെ കാണുള്ളൂ. അതുകൊണ്ടൊന്നും അത് കുറയില്ല. മഹല്ലുകളൊക്കെ വളരെ സജീവമാണ്. ആവശ്യമായ സമ്പത്തൊക്കെ ദാറുദക്ക് പിരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച മുമ്പത്തെ വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിലെ എല്ലാ മഹല്ലുകളിലും ദാറുദക്ക് വേണ്ടി കലക്ഷൻ എടുത്തു കഴിഞ്ഞു. അത് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ സ്ഥാപിച്ച സ്ഥാപനമാണ്. അതെൻ്റെ വഴിക്ക് പോകും. ഇവർക്ക് ഇങ്ങനെ പറഞ്ഞ് നടക്കാൻ എന്നതിൻ്റെ അപ്പുറമൊന്നും സംഭവിക്കാൻ പാടില്ല. ഈ ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിക്കപ്പെടുമ്പോൾ തന്നെ SMF ഒരുപാട് പദ്ധതികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഈ സമീപകാലത്തായി SMF നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ? SMF-ൻ്റെ സംസ്ഥാന കമ്മിറ്റി നിലയിൽ വന്നിട്ടേ ഉള്ളൂ. അടുത്ത തിങ്കളാഴ്ച സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. അതുമുതൽ അങ്ങോട്ട് SMF സംബന്ധിച്ചിടത്തോളം SMF-ൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞ നേരത്തെ 1976 സ്ഥാപിച്ചു. 26-ൽ അതിൻ്റെ 50 വർഷം പൂർത്തിയാവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സംഘടനാ നെറ്റ്വർക്ക് വളരെ ശക്തമാണ്. അതനുസരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ മഹല്ലുകളിലും എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തെക്കൻ മേഖലകളിൽ മഹല്ല് സംവിധാനം അത്ര ക്രിയാത്മകമായി രൂപപ്പെടുത്തിപ്പെട്ടിട്ടില്ല. സംഘടനാ സംവിധാനം അതിനുവേണ്ടി രൂപപ്പെടുത്തിയെടുക്കും. അതിനുവേണ്ടി ഈ പ്രാവശ്യം പുതിയ കമ്മിറ്റി വന്നപ്പോൾ ഒരു ഓർഗനൈസ് സെക്രട്ടറിയെ തന്നെ വെച്ചിട്ടുണ്ട്. തസ്തിക തന്നെ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ക്രിയാത്മകമായ ഇടപെടൽ നടത്തും. സംസ്ഥാനതല റെസിഡൻഷ്യൽ ക്യാമ്പ് നടക്കാൻ പോകുന്നു. ജില്ലാതല ക്യാമ്പ് നടക്കാൻ പോകുന്നു. വളരെ വ്യവസ്ഥാപിതമായി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ക്രിയാത്മകമായ ഇടപെടലാണ് SMF-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഓർഗനൈസർമാർ വെച്ചിട്ടുണ്ട്. സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ഫണ്ട് നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴ്ഘടകങ്ങളും വളരെ കൃത്യമായ പദ്ധതിയും പരിപാടിയും അവർ മുന്നോട്ട് പോവുകയാണ്. ദീനീ ദഅവ പ്രവർത്തനം പ്രധാനമാണ്. വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറു ബിൽ മഅറൂഫി വയൻഹ അനിൽ മുൻകർ, നന്മ ഉപദേശിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആ ഉത്തമ സമൂഹ സൃഷ്ടി എക്കാലത്തും ഉണ്ടായി വരേണ്ടത് ഖുർആൻ്റെ അധ്യാപനമാണ്.
ആ അധ്യാപനമാണ് സുന്നി മഹൽ ഫെഡറേഷൻ പ്രവർത്തനത്തിൽ നമുക്ക് പ്രചോദനമാകുന്നത്. വളരെ കൃത്യമായ പദ്ധതികളും പരിപാടികളുമായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് മാതൃകയായിക്കൊണ്ട് മുന്നോട്ട് പോകും. ഇവർ പറയുന്ന ഇപ്പോൾ ആദർശ പണയം വെച്ചതൊക്കെ വാസ്തവ വിരുദ്ധമാണ്. കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിൽ പാരമ്പര്യമായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനുണ്ടായ നേട്ടം എന്താണോ ആ നേട്ടങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തിന് ആശയമനുസരിച്ചുകൊണ്ട് പാണക്കാട് സാദാത്യ ആശീർവാദത്തോടു കൂടി അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ക്രിയാത്മകമായ നേതൃത്വം നൽകാൻ ആദർശ വിശുദ്ധിയുടെ ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ്. 100ാം വാർഷിക മഹാസമ്മേളനം ഗംഭീരമായി വിജയിപ്പിക്കാൻ ആവശ്യം പദ്ധതികൾ കൂടി SMF ആവിഷ്കരിക്കാൻ പോകുന്നു. ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് സമസ്തയിലേക്ക് മടങ്ങി വന്ന് സമസ്ത ശക്തിപ്പെടുത്തൊപ്പം നിൽക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.